ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്ന ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് ആണ്. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് ആദ്യം ബിറ്റ്കോയിൻ്റെ പ്രൈസിൽ നിന്ന് തന്നെ തുടങ്ങാം. ബിറ്റ്കോയിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഏകദേശം 1,05,000 USD അടുപ്പിച്ചിട്ടാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് നിൽക്കുന്നത്. ഏകദേശം ഡൗൺ എന്ന രീതി 1 lakh അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2 ദിവസത്തെ മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ട് ഒരു 5,000 USD വേരിയേഷൻ പെട്ടെന്ന് തന്നെ മാർക്കറ്റിൻ്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ഏകദേശം ഇന്ന് നൈറ്റ് ഓപ്പൺ ആകുന്നതായിരിക്കും. ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഏകദേശം 3,400 USD നിന്നും 3,309 USD റേഞ്ചിലോട്ട് ഡൗൺ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. എങ്കിലാണെങ്കിൽ പോലും നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ അപ് ട്രെൻഡ് തന്നെയാണ്. മുമ്പ് ഞാൻ പലതവണ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് അപ് ട്രെൻഡ്, അതുപോലെ തന്നെ അപ് ട്രെൻഡ് സൈഡ് വൈസ് നിൽക്കുകയാണെങ്കിൽ പോലും ഏകദേശം ഒരു 3,100 അതുപോലെ തന്നെ 3,400 USD ആവറേജ് പ്രൈസ് ഗോൾഡ് നിൽക്കുകയാണെങ്കിൽ പോലും BTCയുടെ പ്രൈസ് ഹൈയിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, BTCയുടെ പ്രൈസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും ടോപ്പ് എന്ന ഹൈയിലോട്ട് ഏകദേശം 1,12,000 USD അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 1 lakh USD ഏകദേശം ഒരു 12,000 USD ഡൗൺ എന്ന രീതി വന്നിട്ട് വീണ്ടും 5,000 USD അടുപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ ഗോൾഡിൻ്റെ പ്രൈസ് ക്രാഷ് ആവാതെ നിൽക്കുകയാണെങ്കിൽ വീണ്ടും പുതിയ ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. പക്ഷേ നമ്മൾ നേരിടുന്ന വെല്ലുവിളി എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് വലിയ രീതിയിൽ വേരിയേഷൻ വന്നിട്ടില്ല. മുമ്പുള്ള വീഡിയോസ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആൾട്ട് കോയിൻസ് ലോങ് ടൈം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് സ്കാൽപ്പാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും BTCക്കകത്ത് നല്ല രീതിയിൽ വോളിയം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വോളിയം നമ്മുടെ എതീരിയത്തിൻ്റെ അകത്തുണ്ട്. എതീരിയമൊക്കെ ഞാൻ ലോങ് ടൈം എന്ന രീതിയിൽ നിങ്ങൾക്ക് സ്പോട്ട് എന്ന രീതിയിൽ പോലും 1,600 2,000 USD ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർ വേണമെങ്കിൽ കുറച്ചായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ബൈ എതീരിയം ലോങ് ടൈം ചെയ്യാം. ഞാൻ ഫണ്ണായിട്ട് തന്നെ പറഞ്ഞ കാര്യമാണെന്നാണ് പലരും വിചാരിക്കുന്നത്. ഏകദേശം എതീരിയമൊക്കെ 20,000 USD നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈം എന്ന രീതിയിൽ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 1,500 2,000 USD നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള 200 USD 300 USD നിങ്ങൾക്ക് വേണമെങ്കിൽ ആവറേജ് ലോങ് ടൈം എന്ന രീതിയിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഷിബയൊക്കെ ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ചിൽ ലോങ് ടൈമിന് ബൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏകദേശം 1,256 നിങ്ങൾക്ക് ലോങ് ടൈമിൽ താല്പര്യം ഉണ്ടാവുകയാണെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കാർഡിന് ഏകദേശം ഒരു ഡൗൺ എന്ന രീതിയിലോട്ട് വന്നിട്ടുണ്ട്. 0.66 ആണ്, നിങ്ങൾക്ക് ബൈ ചെയ്യാം. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.30 വരികയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതിൻ്റെ അകത്ത് ഉണ്ട്. BNB ഏകദേശം നല്ല രീതിയിൽ വോളിയം വേരിയേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പെർപെച്വൽ ട്രേഡ് ചെയ്യുന്നവർ നല്ല രീതിയിൽ സ്കാൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്ത് സൊളാന 100 USD വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാമെന്ന്. ഏകദേശം 190 USD പോയിട്ട് വീണ്ടും 150 USD ആണ്. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 1,000 USD വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോങ് ടൈം എന്ന രീതിയിൽ വേണമെങ്കിൽ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ലോങ് ടൈം താല്പര്യമുള്ളവർ മാത്രം സൊളാന ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. എതീരിയം ക്ലാസിക്ക് 16 USD ആണ്. 14 USD ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 16 USD നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഡോജി കോയിൻ ഏകദേശം 0.18 ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി അടുത്ത് നമ്മുടെ XRP ഏകദേശം ഒരു ഹൈ ട്രെൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. XRP ഒക്കെ 5 USD ആണ് എൻ്റെ ഒരു സെൽ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. 0.40 ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഏകദേശം ടോപ്പായിട്ട് നമുക്ക് XRP പോയത് 3.40 USD ആണ്. അതിനുശേഷം ഏകദേശം 2.20 USD ഏകദേശം ഇനിയും അത് ഹൈയിലോട്ട് പോകുമെന്നിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ യുനീസാപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 USD എത്തിയ ടൈം പല തവണ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആവറേജ് ബൈ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ എതീരിയം ഹൈ ആകുന്നതനുസരിച്ച് യുനീസാപ്പിൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ട് 100 USD ടച്ച് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ 5 USD ഒക്കെ പറഞ്ഞ ടൈം എന്ന് പറയുന്നത് 2024 ഓഗസ്റ്റിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 USD 6 USD ഒക്കെ ബൈ ചെയ്യാമെന്ന്. അതിനുശേഷം മാർക്കറ്റ് ഏകദേശം ഒരു 19 USD 38 സെൻറ്റ് റേഞ്ചിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് CET ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.050 USD വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. അയോട്ടയൊക്കെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ 0.16 ആണ്. പലരും മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ് അയോട്ട ബൈ ചെയ്യാമോ ലോങ് ടൈമിന്. അയോട്ടയൊക്കെ ഞാൻ കറക്റ്റായിട്ട് പ്രോഫിറ്റ് എനിക്ക് തോന്നുന്നു 2 സൈക്കിളിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 0.10 ഞാൻ നിങ്ങളടുത്ത് ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.63 വരെ പോയിട്ട് വീണ്ടും കണ്ടോ 0.17 റേഞ്ചിലാണ് അയോട്ട നിൽക്കുന്നത്. ഇതിനു മുമ്പ് 0.14 ഞാൻ പലതവണ അയോട്ട ഞാൻ നിങ്ങളടുത്ത് ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.14 റേഞ്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 2020 ടൈമൊക്കെ
അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന അയോട്ട നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഏകദേശം നല്ല രീതിയിൽ തന്നെ ഹൈ എന്ന രീതിയിലോട്ട് മാർക്കറ്റ് അയോട്ട പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഏകദേശം $2 മുകളിൽ വരെ പലരും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത്രയും പൊട്ടൻഷ്യലുള്ള പ്രോജക്റ്റാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർ വന്നിട്ട് ബൈ ചെയ്യുക. ഓക്കെ, അയോട്ട അതുകൊണ്ട് താല്പര്യമുള്ളവർ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യുക. 0.20 ഞാൻ ബൈ പറഞ്ഞിട്ടുണ്ട്, 0.15 ഞാൻ ബൈ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ടോൺ എന്ന് പറയുന്ന പ്രോജക്റ്റ് $3 ആണ്. നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യം ഉണ്ടാവുകയാണെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഗേറ്റ് ടോക്കൺ $18 ആണ്. ഏകദേശം $2.5 $3 റേഞ്ച്, $3.5 റേഞ്ചിലൊക്കെ പലതവണ പറഞ്ഞതാണ്. $26 വരെ ഗേറ്റ് ടോക്കൺ പോയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം $18 റേഞ്ചിലാണ് മാർക്കറ്റ് ഏകദേശം നമ്മുടെ ഗേറ്റ് ടോക്കൺ എന്ന് പറയുന്നത് നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഗേറ്റ് ടോക്കൺ വീണ്ടും ബൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വീണ്ടും വന്നിട്ട് നമ്മുടെ ബൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ഗേറ്റ് ടോക്കൺ മാർക്ക് ചെയ്ത് വയ്ക്കുക. ഉറപ്പായിട്ടും ഗേറ്റ് ടോക്കൺ അത്രയും പൊട്ടൻഷ്യൽ ഉള്ളതാണ്. അതുകൊണ്ട് ലോങ് ടൈം താല്പര്യമുള്ളവർ വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് വളരെ കൂടുതലാണ്. പക്ഷേ നിങ്ങളൊരു $10 $11 ഒക്കെ വരികയാണെങ്കിൽ, നിങ്ങൾ ക്രാഷ് ആവുകയാണെങ്കിൽ വേണമെങ്കിൽ ബൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് EOS 0.58. നേരത്തെ ഏകദേശം 0.50 എന്ന ടൈം ഞാൻ EOS ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. $1 വരെ പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും 0.58 ആണ്. നിങ്ങൾക്ക് ആവറേജ് ബൈ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അടുത്ത് ASP എന്ന് പറയുന്ന പ്രോജക്റ്റ് 0.02 ആണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചായിട്ട് വേണമെങ്കിൽ ലോങ് ടൈമിന് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി അടുത്ത് ട്രോൺ 0.28 ആണ്. 0.22 എന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഏകദേശം ഏപ്രിൽ മാർച്ച് 2025 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവറേജ് ബൈ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ $1 വരെ സെൽ ടാർഗറ്റ് ഉണ്ട്. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.06 0.08 പലതവണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്. ട്രോൺ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന്. 0.46 വരെയൊക്കെ ഏകദേശം പലർക്കും ട്രോൺ പോയിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത് HTX ഏകദേശം 1500 ആണ്. 1500 നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. ലോങ് ടൈമിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നവർ, ഒരു 4 വർഷം 5 വർഷമൊക്കെ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം വന്നിട്ട് HTX വേണമെങ്കിൽ ലോങ് ടൈം എന്ന രീതിയിൽ വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുക. വെർജ് നമുക്ക് 2-3 സൈക്കിളിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്ന പ്രോജക്റ്റാണ്. 0.0040 നിങ്ങൾക്ക് ബൈ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.005 നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യം ഉണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം ഫോളോ ചെയ്യുക. ലിങ്ക് $11 വന്ന ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാമെന്ന്. ഏകദേശം അതിനുശേഷം ലിങ്ക് പെട്ടെന്ന് തന്നെ $17 ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഒരു 2 അല്ലെങ്കിൽ 3 ബൈ ചെയ്യാൻ ആ ഒരു ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് ഇനി സൊളാന മിസ്സാക്കിയവർക്ക് ഞാൻ $9 $8 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യുക. അതിനുശേഷം $290 വരെ നമ്മുടെ സൊളാന പോയിട്ടുണ്ടായിരുന്നു. അതേ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SUI എന്ന് പറയുന്ന പ്രോജക്റ്റ് ഒരു 10 ബൈ ചെയ്ത് വെക്കുക. 10 ബൈ ചെയ്താൽ പോലും നിങ്ങൾക്ക് ഏകദേശം ഒരു $30 മാത്രമേ ആവുകയുള്ളൂ. റിസ്ക് വളരെ കുറവാണ്. പക്ഷേ റിവാർഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഹ്യൂജ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് താല്പര്യമുള്ളവർ ട്രൈ ചെയ്യുക. ഇനി ടോണൊക്കെ നേരത്തെ പറഞ്ഞാണ്. ഹെബ്ബാർ 0.16 പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.20 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച് ആണെന്ന്. അടുത്ത CRO 0.09 ആണ്. 0.09 നേരത്തെ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. 0.21 വരെ പെട്ടെന്ന് മാർക്കറ്റ് നമുക്ക് ഹൈ എന്ന രീതിയിൽ റിട്ടേൺ കിട്ടിയ ഒരു പ്രോജക്റ്റാണ് CRO എന്ന് പറയുന്നത്. അടുത്ത ആർബിറ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ 0.34 ആണ്. ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. VChain 0.023 ആണ്. ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.023 0.015 നിങ്ങൾക്ക് VChain അല്ലെങ്കിൽ വെറ്റി വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഫാൻഡ 0.38 ആണ്. ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 അല്ലെങ്കിൽ 20 ഫാൻഡെങ്കിലും ബൈ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ലോ എമൗണ്ടിന് മാത്രമാണ് പറയുന്നത്. നിങ്ങളുടെ ഫണ്ട് മാനേജ്മെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നിലും എമൗണ്ട് കൂട്ടാവുന്നതാണ്. കേക്ക് 2.31 ആണ്. ഓക്കെ, ലോങ് ടൈം താല്പര്യമുള്ളവർ മാത്രം ഫോക്കസ് കൂടുതൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, MXC ടോക്കണൊക്കെ 2.70 ആണ്. നിങ്ങൾക്ക് ലോങ് ടൈം താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്യുക. അതുപോലെ തന്നെ ബാറ്റ് സിലിക്ക. ഓക്കെ, മിക്ക പ്രോജക്റ്റും ഡൗൺ എന്ന രീതിയിലാണ്. വലിയ വേരിയേഷൻ ഒന്നും വന്നിട്ടില്ല. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഹൈ ആയിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ. താല്പര്യമുള്ളവർ മാത്രം ഹോൾഡ് ചെയ്യുക, അല്ലാത്തവർ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇത്രയും മാത്രമാണ് എനിക്ക് വീഡിയോയ്ക്കകത്ത് പറയാനുള്ളത്. കൂടുതൽ ടോപ്പിക്ക് ഞാൻ ഇനി ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൻ്റെ അകത്ത് മൊത്തം ഇത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഫോറക്സിൻ്റെയും സ്റ്റോക്കിൻ്റെയൊക്കെ എക്സ്ട്രാ അല്ലാതെ വീഡിയോ ചെയ്ത് പറയുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക.